നമസ്തേ സർവോദയം. ഇന്ന് നമ്മൾ എടുക്കുന്നത് പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ മെലാട്ടോണിനെ കുറിച്ചിട്ടാണ്. അതിൽ പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി ഇരിക്കുന്നത് സീൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ, അതായത് ബ്രെയിനിൻ്റെ നടുവിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിത്രത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഫങ്ഷൻ എന്താ വെച്ചാൽ കൃത്യസമയത്ത് ഉണരുക, നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുക, അതുപോലെ പക്ഷികൾ കൃത്യസമയത്ത് അവരുടെ കൂട്ടിൽ ചേക്കേറുക, കൃത്യസമയത്ത് അവർ എണീറ്റ് പറക്കുക, പോവുക, അങ്ങനെയുള്ള അത്രയും കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഗ്രന്ഥി അല്ലെങ്കിൽ പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാട്ടോണിൻ്റെ ധർമ്മം. ക്ലിയർ ആയില്ലോ? അടുത്തതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പൈനിയൽ ഗ്ലാൻഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നത് എവിടെയാണ്? ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെയാണ്. തലച്ചോറിലെ ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെ. തലച്ചോറിലെ ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് 2 ലോബ്സാണുള്ളത്, 2 ദളങ്ങളാണുള്ളത്. ആൻറ്റീരിയൽ ലോബ് മുൻദളം, പോസ്റ്റീരിയൽ ലോബ് പിൻദളം. അതിൽ ആൻറ്റീരിയൽ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, പോസ്റ്റീരിയൽ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആൻറ്റീരിയൽ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ 5 ഉണ്ട്, പോസ്റ്റീരിയൽ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 ഉണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിൽ ആൻറ്റീരിയൽ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ആൻറ്റീരിയൽ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയൽ ലോബ് മുൻതളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് TSH, ACTH, GTH, GH, STH, പ്രൊലാക്റ്റിൻ. അതിൽ TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രിനോകോർട്ടിക്കോ ഹോർമോൺ, GTH ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, GH ഗ്രോത്ത് ഹോർമോൺ, STH സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ, പ്രൊലാക്റ്റിൻ. ക്ലിയർ ആയല്ലോ ഇത്രയും? ഇനി പോസ്റ്റീരിയൽ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. വാസോപ്രസിൻ അതായത് പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ, ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ എന്താ ചെയ്യണത്? അതായത് നമ്മുടെ ഡെലിവറി സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നു ഓക്സിറ്റോസിൻ. വാസോപ്രസിനോ ലവണ ജലസന്തുലനം, അതായത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. ഹെൽപ്പ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി, അതിനാണ് സഹായിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ എന്താണ് TSH ചെയ്യുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം. ആൻറ്റീരിയൽ ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് TSH എന്താ ചെയ്യുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക, സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ദെൻ ACTH എന്താ ചെയ്യുന്നത്? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി അത് ഇതിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് അഡ്രിനൽ കോർട്ടക്സ്, അതായത് വൃക്കയുടെ മുകളിൽ കാണപ്പെടുന്ന അഡ്രിനൽ ഗ്രന്ഥിയുടെ 2 ഭാഗങ്ങളാണുള്ളത്, കോർട്ടക്സ് മെഡുല. അതിൽ കോർട്ടക്സിനെ ഓർമ്മയുണ്ടോ? ഓക്കെ. ദെൻ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ടെസ്റ്റിസ് ഇൻ മെയിൽസ് ആൻഡ് ഓവർ ഇൻ ഫീമെയിൽസ്, അതായത് അണ്ടാശയത്തിൻ്റെയും വൃഷണം, മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക. നെക്സ്റ്റ് ഗ്രോത്ത് ഹോർമോൺ GH സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ, 2 ഒന്നിലാണ് പെടുന്നത്. പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുക. പ്രൊലാക്റ്റിൻ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, പാലുൽപാദനത്തെ സഹായിക്കുക, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. ക്ലിയർ ആയില്ലോ? ഇനി പോസ്റ്റീരിയൽ ലോബ് പിന്തളം 2 ഹോർമോൺസാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ എന്താ ചെയ്യണത്? ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നു? പറഞ്ഞതാണ് നമ്മൾ. അതായത് ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുക. എന്താ ചെയ്യണത്? ഫെസിലിറ്റേറ്റ്സ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ്, ഉത്തേജിപ്പിക്കുക ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ യൂട്രൈൻ വാൾ, ഗർഭാശയത്തിലെ ഭിത്തിയിൽ. ദെൻ ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ, പാലുൽപാദനത്തിന് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് വാസോപ്രസിൻ ഓർ ആൻറ്റിഡയൂറൈറ്റിക് ഹോർമോൺ ADH ഹെൽപ്പ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നി. റീഅബ്സോർപ്ഷൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുക. റീഅബ്സോർപ്ഷൻ ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ പുനരാഗിരണം ഓഫ് വാട്ടർ, എന്തിൻ്റെ? വെള്ളത്തിൻ്റെ. ഇൻ കിഡ്നിയിലെ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് ഹെൽപ്പ് ചെയ്യുക. അതിന് വേറൊരു പേരും പറയും നമ്മൾ ആൻറ്റിഡയൂറൈറ്റിക് ഹോർമോൺ. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ 2 ഹോർമോൺസ്. എല്ലാതും ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലും ഈ 2 ഹോർമോൺസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ക്ലിയർ ആയില്ലോ? ഇത്രയും മനസ്സിലായോ? അടുത്തത് ബിഹൈൻഡ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺസാണ്
സൊമാറ്റോട്രോപ്പിൻ പ്രൊമോട്ട് ചെയ്യുക, ഉത്തേജിപ്പിക്കുന്നു, ത്വരിതപ്പെടുത്തുന്നു. എന്താണ് ത്വരിതപ്പെടുത്തുന്നത്? സൊമാറ്റോട്രോപ്പിൻ പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഡ്യൂറിങ് ഇൻ ഗ്രോത്ത് ഫേസ്. വളർച്ചാഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ്, ഗ്രോത്ത് ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നു. അല്ല, ഇതിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ നമുക്ക് എന്തുണ്ടാവുന്നു? ജൈജാൻറ്റിസം ഉണ്ടാവുന്നു. അതിനെ വേണം നമ്മൾ ജൈജാൻറ്റിസം, ഭീമാകാരത്വം എന്ന് പറയും. കുറഞ്ഞാൽ ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? വാമനത്വം, ഉയരം കുറവ്, മറ്റേത് ഉയരം കൂടുതൽ. ദെൻ അക്രോമെഗലി, വേറൊരു കണ്ടീഷനാണ് അക്രോമെഗലി. അക്രോമെഗലി എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ആ ഘട്ടം കഴിഞ്ഞിട്ടും ഇത് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ പാടില്ല. അതും ഒരു ഡിഫക്റ്റാണ്, കുറവാണ്. കുറവ് മീൻസ് അതൊരു അസുഖമാണ്, റീസണാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അത്തരം സിറ്റുവേഷനെ നമുക്കെന്ന് പറയാം അക്രോമെഗലി എന്ന് പറയാം. അക്രോമെഗലി അതായത് മുഖം, താടിയല്ലേ, അതുപോലെ വിരലുകൾ, ഇതൊക്കെ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുക. മനസ്സിലായോ? പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ് ലീഡ്സ് ടു എങ്ങോട്ട് നയിക്കണത്? ദ ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. ഫേസ്, മുഖം, ജോസ് എന്ന് പറഞ്ഞാൽ എന്താ? താടിയല്ലേ. ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിരലുകൾ. അതിനും കാരണമാവുന്നു എന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ഹോർമോണുകൾ പഠിച്ചു, എത്ര ഗ്ലാൻഡ് പഠിച്ചു? പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. അതിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. പിന്നെ ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസാണ്. ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ 2 ലോബുകളാണ് ആൻറ്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും. ആൻറ്റീരിയർ മുൻതളം, പോസ്റ്റീരിയർ പിൻതളം. ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന തലച്ചോറിലേക്കൊന്ന് പോവുക നമ്മൾ. ഹൈപ്പോതലാമസ് എവിടെയാണ് കാണപ്പെടുന്നത്? തലച്ചോറിൽ, ബ്രെയിനിൽ. അവിടെ ഹൈപ്പോതലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിന് 2 ലോബുകളുണ്ട്, ആൻറ്റീരിയൽ മുൻതളം, പോസ്റ്റീരിയർ പിൻതളം. അതിൽ ആൻറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ പോസ്റ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് അത് 2 എണ്ണമുള്ളൂ. ഇപ്പുറത്ത് 5 എണ്ണം ഉണ്ട്, 5ഓ 6ഓ ഉണ്ട്, മറ്റത് 2 എണ്ണമുള്ളൂ. അപ്പോൾ പോസ്റ്റീരിയർ ലോബ്, പിൻതളം, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഓക്സിറ്റോസിൻ, സൊമാറ്റോട്രോപ്പിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് ആ ഭാഗം. അപ്പോൾ ആൻറ്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്. അതിൽ പോസ്റ്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്നത് 2 എണ്ണം, ആൻറ്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്നത് മുൻതളം, പിൻതളം. ആൻറ്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്നത് 6 എണ്ണം, പിൻതളം, പോസ്റ്റീരിയർ, പിൻതളം, അതിൽ നിന്ന് 2 എണ്ണം. പിന്നെ നമ്മൾ പഠിച്ചത് വളർച്ചയുടെ ആണ് സൊമാറ്റോട്രോപ്പിൻ. അതിന് 3 കണ്ടീഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണത്? ജൈജാൻറ്റിസം അല്ലേ, വളർച്ച, അതായത് സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാലേ. ദെൻ ഡ്വാർഫിസം, കുറഞ്ഞാലേ. നിങ്ങൾ ജൈജാൻറ്റിസത്തിനൊക്കെ അമിതാഭ് ബച്ചൻ്റെയൊക്കെ അതിനേക്കാൾ സൈസ് വരുന്നത്. പിന്നെ ഡ്വാർഫിസം എന്ന് പറയുന്നത് നമ്മൾ അത്ഭുത ദീപമൊക്കെ ആ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ട്, അതിലുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ഡ്വാർഫിസം, ഡ്വാർഫായിട്ടുള്ള ഉയരം കുറഞ്ഞിട്ടുള്ള ആൾക്കാർ. പിന്നെ വേറൊരു കണ്ടീഷനാണ് അക്രോമെഗലി, അതായത് വളർച്ചയുടെ സമയം കഴിഞ്ഞിട്ടും പിന്നെ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പം ഉണ്ടാവുന്ന കണ്ടീഷൻ അല്ലേ? മുഖത്ത്, അതുപോലെ വിരലുകൾക്ക് അല്ലേ, എല്ലുകൾ മുഖത്തിലും, ബോൺസ് ഓൺ ഫേസ് മുഖത്തിലും, താടിയെല്ലുകളിലും, ഫിംഗേഴ്സിലുള്ള മാറ്റം അല്ലേ, ആ കണ്ടീഷൻ നമുക്ക് അക്രോമെഗലി എന്ന് പറയാം. ഇതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഫങ്ഷൻ ഓഫ് പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ്ഡ് ഹോർമോൺ. ഫങ്ഷൻ, ആ ഹോർമോണിൻ്റെ ഫങ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. അതിൻ്റെ ഫങ്ഷൻ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ്ഡ് ഹോർമോൺസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. അതിൽ 2 എണ്ണം എഴുതണം. ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എഴുതണം, പോസ്റ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എഴുതണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. അതിൽ ഒന്നിൽ ഹോർമോൺ എഴുതുക, ഒന്നിൽ എന്തെഴുതണം? ഫങ്ഷൻ എഴുതണം. ക്ലിയർ ആയില്ലോ?